ഒരു തരം സഹതാപവും അവർ അറിയിക്കുന്നില്ല, ഒരു തരം സഹതാപം ആ കൃത്യവും അറിയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ആ പ്രതികൾക്ക് കിട്ടണമെന്ന് തന്നെയാണ് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മലയാളികളും ആഗ്രഹിച്ചത്. 19ഉം 23ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ആ കൊലപാതകം ഒരു സംഘട്ടനത്തിലോ ഒരു സംഘർഷത്തിലോ ഉണ്ടായതോ അല്ല, CPM സംവിധാനം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ്. ഇതോടെ തെളിഞ്ഞത് ഈ കൊലപാതകത്തിലെ CPMന്റെ പങ്കാണ് വളരെ കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. പാർട്ടിക്ക് പങ്കില്ല എന്ന് അവരുടെ പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തം പരമാവധി ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു കൃത്യമാണ് അവരവിടെ നടത്തിയത്. ശിക്ഷയുടെ കാഠിന്യം അതിനെ സംബന്ധിച്ചുള്ള നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കും ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗൂഢാലോചനയിൽ പങ്കാളികളായവരും മുൻ MLA ഉൾപ്പെടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഖജനാവിലെ പണം ഉപയോഗിച്ച് കേസ് CBIക്ക് വിടുന്നതിനെ അട്ടിമറിക്കാൻ CPM ശ്രമിച്ചത്. ആ അട്ടിമറി ശ്രമത്തെ കൂടിയാണ് ഇവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. വിധി വരുന്നത് പ്രതികൾക്കെതിരെ മാത്രമല്ല, വിധി വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയാണ്, പിണറായി വിജയനെതിരെ കൂടിയുള്ള വിധിയാണ്. കാരണം ഈ വിധി അവരുടെ മേലെ വരാതിരിക്കാനായിരുന്നു അദ്ദേഹം പരിശ്രമിച്ചത്. ആ മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്ത്, ജനങ്ങളുടെ നികുതി പണത്തെ ദുരുപയോഗം ചെയ്ത് ഈ ക്രിമിനലുകളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിനുള്ള തിരിച്ചടിയാണ്, പിണറായി വിജയനുള്ള തിരിച്ചടിയാണ്